എല്ലാവർക്കും നമസ്കാരം. രമ്യ സ്പാൻസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രമ്യ ബാലകൃഷ്ണൻ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ലൊരു അടിപൊളി രസമാണ്, ഓറഞ്ച് രസം. അപ്പോൾ ഓറഞ്ച് രസം എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഓറഞ്ച് രസം റെഡിയാക്കി എടുക്കാൻ ആദ്യം തന്നെ ഓറഞ്ച് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് അതിൻ്റെ തൊലി നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. വെള്ള ഭാഗം വരാണ്ട് പുറത്തുള്ള ഓറഞ്ച് ഭാഗം മാത്രമാണ് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഓറഞ്ച് കഴുകുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഞാൻ ഓറഞ്ച് തൊലി ഉണ്ടാക്കുന്ന കറിയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഓറഞ്ച് നന്നായിട്ട് കഴുകിയെടുക്കണം, എന്നിട്ട് മഞ്ഞൾപ്പൊടിയിൽ ഇട്ട് വെക്കണം. അതൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ തൊലി ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം കാണും. ഇതിപ്പോൾ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഓറഞ്ച് ജ്യൂസാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഓറഞ്ച് ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ ഒരു പാത്രം ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ജ്യൂസ് എടുക്കാം. ഇതില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പാത്രം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ പിഴിഞ്ഞെടുത്താൽ മതി ജ്യൂസ്. അതിനുശേഷം ഒരു അരിപ്പയിൽ അരിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഒരു കപ്പ് ഓറഞ്ച് ജ്യൂസാണ് നമുക്ക് ഈ ഒരു രസത്തിന് വേണ്ടത്. അപ്പോൾ ഒരു 3 ഓറഞ്ചോളം വേണ്ടി വരും. അപ്പോൾ പിഴിഞ്ഞെടുത്തിട്ടുള്ള ഈ ജ്യൂസ് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഈ ഒരു കപ്പിനാണ് ഞാനിവിടെ ഓറഞ്ച് ജ്യൂസ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പാൻ ചൂടാക്കി എടുത്തതിന് ശേഷം അതിലത്തെ വെള്ളമൊക്കെ മാറിക്കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ കുരുമുളകും ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടി ചതച്ചെടുത്താണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ചെറിയ തീയിൽ വെച്ച് കൊടുക്കണം. ഒരു 10-40 സെക്കൻഡൊക്കെ മൂപ്പിച്ചെടുത്താൽ മതിയാവും. ഇതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് മൂന്നും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ചെറിയ തീയിൽ തന്നെ വെച്ച് കൊടുക്കണം. പിന്നെ വേണ്ടത് ഒരു തക്കാളിയും ഒരു കഷ്ണം പുളിയും. ഇത് നമ്മൾ 2 കപ്പ് വെള്ളത്തിൽ കുതിർത്തി വെക്കണം. തക്കാളി ഒന്ന് പേസ്റ്റ് ചെയ്തതിന് ശേഷം പുളിയുടെ കൂടെ 2 കപ്പ് വെള്ളത്തിൽ കുതിർത്തി വെക്കണം. വേറൊരു തക്കാളി എടുത്തിട്ട് നന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷം കൈവച്ച് ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കറിയിലേക്ക് നമ്മുടെ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴച്ചെടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ തൊലിയാണ്. ഓറഞ്ചിൻ്റെ തൊലി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ വഴച്ച് കൊടുത്ത പോലെ തന്നെ നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഒരു തക്കാളിയും ഒരു പുളിയും. തക്കാളി ഒന്ന് പേസ്റ്റ് ആക്കിയതിന് ശേഷം ആ 2 കപ്പ് വെള്ളത്തിൽ പുളിയുടെ കൂട്ടത്തിൽ കുതിർത്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് അരിച്ചെടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതൊരു 2 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ് 1 കപ്പ് വെള്ളത്തിൽ വേവിച്ചെടുത്തതാണ്. അതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെള്ളത്തോടു കൂടി പരിപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ രസപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. രസപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. തിളച്ച് വരുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവ് നിങ്ങൾക്ക് കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു 4 എണ്ണം വരെ ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മല്ലിയില ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമ്മുടെ മെയിൻ പരിപാടി കടുക് വറ. ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം.
കടുക് പൊട്ടിക്കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഒരു 4-5 വറ്റൽമുളക് നെടുകെ കീറിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഈ വറുത്തെടുത്തിരിക്കുന്ന വറവ് നമ്മുടെ രസത്തിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറി എടുത്തിട്ട് നമ്മുടെ കടുക് വറുത്ത പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ രസത്തിലേക്ക് തന്നെ തിരിച്ചൊഴിച്ചു കൊടുത്തിട്ട് അപ്പം തന്നെ അടച്ചു വെക്കണേ. എന്നാലേ അതിൻ്റെ മണമൊക്കെ രസത്തിൽ പിടിക്കൂ. അപ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ രസം നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറും, ചൂട് പോവും. ആ സമയത്താണ് നമ്മളിതിലേക്ക് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിലേക്ക് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന 1 കപ്പ് ഓറഞ്ച് ജ്യൂസ് ഇതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിടുന്ന ഭാഗം ഞാൻ മിസ് ചെയ്തെന്ന് തോന്നുന്നു വീഡിയോ എടുക്കുമ്പോൾ. അപ്പോൾ ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി. ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഞാൻ വേറൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിഷ് നമുക്ക് വേണമെങ്കിൽ സൂപ്പായിട്ടും ഉപയോഗിക്കാം. നല്ല തണുപ്പുള്ള സമയത്ത് നല്ല ചൂട് ഓറഞ്ച് രസം സൂപ്പായി കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നല്ല ചൂട് ചോറിൻ്റെ കൂടെ നല്ല ചൂട് രസം കൂട്ടിയിട്ട് ചോറുണ്ണാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നമ്മുടെ വീഡിയോയുടെ താഴെയായിട്ട് കമൻറ്റ് ബോക്സ് ഉണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പി വരുന്നവരെ ബൈ ബൈ.